என்னம்மா சிரிக்கிறீங்க? ഒന്നും ഇല്ല. ஒண்ணும் இல்லைன்னா நம்ம கவனமா இருக்கணும். அம்மா என்னம்மா சொல்லுங்களேன். അതെ, ம் നമ്മുടെ കുടുംബത്തിൽ നിന്നേ ഒരു ബന്ധം കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ കടിപിടി കൂടുവാണെന്നേ. നമ്മുടെ ലച്ചുവിനെ തന്നെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ആലോചിച്ചായിരുന്നു, കെട്ടിച്ചു കൊടുത്തില്ലല്ലോ. അതിൻ്റെ നീരസം ചിലർക്കൊക്കെ ഇപ്പോഴും ഉണ്ടെന്നേ. അതിൻ്റെ പേര് ചിലരൊന്നും മിണ്ടത്ത് പോലുമില്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ ശിവാനിയെ തന്നെ കുടുംബത്തിൽ നിന്ന് ആലോചിച്ചല്ലോ. നമ്മുടെ സീതയുടെ വീട്ടിൽ നിന്ന് ആലോചന വന്നു. അപ്പം ഞാൻ പറഞ്ഞു, കൊച്ചു പഠിച്ചുകൊണ്ടിരിക്കുമല്ലയോ, പഠിത്തമൊക്കെ കഴിയട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സാവധാനം ആലോചിക്കാമെന്ന്. എന്താ ഓ, റാങ്കുകാരൻ വന്നല്ലോ. ഇയാൾക്കും വല്ല ഡിമാൻഡൊക്കെ ആയി പോയി. അത് പിന്നെ നമുക്കല്ലേലും എവിടെ പോയാലും ഡിമാൻഡ് അല്ലേ അമ്മൂമ്മ. സംഭവം എന്ത്? എടാ, നമ്മുടെ മധു വിളിച്ചായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വിളിക്കുന്നത്. വിളിച്ച് കുറെ നേരം സംസാരിച്ചു. മധു? ആ, ഏത് മധു? എടാ, പാഴൂർ അമ്പലത്തിന്റെ അപ്പുറത്തുള്ള മധു ഇല്ലേ? ഓ, ഫുഡ് കോർപ്പറേഷന് ജോലിയുള്ള മധു. മറ്റേ നീലക്കാറുള്ളത്. അവിടെ അമ്മൂമ്മ ഇടക്കിടയ്ക്ക് പറയുന്ന പോലെ അടുത്ത കൈക്ക് ഉപ്പ് വെക്കാത്ത പിച്ചിക്കൈ. അങ്ങനൊന്നുമില്ല, അർദ്ധ കൈക്ക് ഉപ്പൊക്കെ തേക്കും. അവൻ ആവശ്യമില്ലാതെ കാശ് ചെലവാക്കത്തില്ലെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരി ശരി ശരി, നല്ല കാര്യം. ഇപ്പൊ എന്തിനാണ് മധു വിളിച്ചത്? அது எனக்கு தெரியுமே, ஒரு கல்யாண விஷயம் சொல்றதுக்கு. കല്യാണ വിഷയം പറയാനാടാ? അച്ചടാ, ഞാൻ കേട്ടായിരുന്നു ശിവയുടെ കാര്യമൊക്കെ പറയണത്. എന്റെ പൊന്നമ്മൂമ്മ, ആ കൊച്ചു നേരത്തെ പറഞ്ഞാണ് മിനിമം ഒരു 4 കൊല്ലമെങ്കിലും കഴിയാതെ കല്യാണത്തിന്റെ കാര്യം പോലും മിണ്ടിക്കൊണ്ട് ആ ഏരിയയിലോട്ട് ചെല്ലുന്നത്. എടാ, ശിവയുടെ കാര്യം അല്ല, പിന്നെ പാറുവാ. അതാ ലച്ചേച്ചിയെ പിന്നെ കെട്ടിക്കാൻ പോണാ? എടാ, അതൊന്നും അല്ല. പിന്നെ മധുവിന്റെ മോളില്ലയോ, ആ മധുവിന്റെ മോള്. മോളുണ്ടായിരുന്നോ? ആ, ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുവാടാ, 3ാം വർഷം. ഓക്കെ, നല്ല കാര്യം. നിനക്ക് റാങ്ക് കിട്ടിയ കാര്യമൊക്കെ അവരറിഞ്ഞു. അറിയണമല്ലോ, അറിയാനാണല്ലോ അവിടെ പാഴൂർ 5-6 ഫ്ലെക്സ് നമ്മൾ കൊണ്ടുപോയി വെച്ചത്. എന്നിട്ട് ഇപ്പം അവർക്ക് നിന്റെ പ്രായം എത്രാന്നൊക്കെ ഒന്നറിയണം. പറഞ്ഞു കൊടുക്കണം. കൊടുക്കില്ലായിരുന്നോ? ആ, ഞാൻ പറഞ്ഞു. നിനക്ക് 10-24 വയസ്സായെന്ന് ഞാനങ്ങ് പറഞ്ഞു. 24 வயசா? நம்ம கேஸுக்கு அவ்வளோக்கெல்லாம் ஆகலம்மா. അതിപ്പോ 2-3 വർഷം കഴിയുമ്പോ ആവത്തില്ലയോ? 2-3 വർഷം കഴിയുമ്പോ ആവും. ഓക്കെ. എടാ, ആ കൊച്ചിനെ കാണാൻ എന്തൊരു ഭംഗിയാന്നറിയാവോ? അതിന് ആ കൊച്ചിന് എത്രയോ വലിയ വലിയ കുടുംബത്തിൽ നിന്നൊക്കെ ആലോചന വരുന്നറിയാവോ നിനക്ക്? ആലോചന വരണത് കാണാൻ ഭംഗി, ആലോചന. ശരി ശരി ശരി, വളഞ്ഞു ചുറ്റി എങ്ങോട്ടാ പറഞ്ഞത് എനിക്ക് മനസ്സിലായി അമ്മൂമ്മ. എടാ, ആ മധുവിന്റെ ഭാര്യയെ ഞാനും കൂടെ ഭയങ്കര അടുപ്പമാടാ. അതിന് എടാ, ഞാനിങ്ങനെ ആലോചിച്ചപ്പം ആലോചിക്കല്ലേ, ആലോചിക്കേ ചെയ്യണ്ട. ഞാൻ പൊന്നമ്മൂമ്മ, അമ്മൂമ്മ എന്തിനാണ് ശൈശ വിവാഹം നടത്താൻ പോണാ? ഞാൻ ജീവിച്ച് പൊക്കോട്ട്. അതിന് മുമ്പേ എടാ, എന്തോ നാടാ ഇത്? നീ പടവലത്ത് പോകുമ്പോഴേ തഞ്ചത്തി 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 ഞാൻ ഇപ്പൊ വരാം. നീ ഇതെവിടെ പോവാ? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലടാ. തഞ്ചത്തിലേ മധുവിന്റെ വീട്ടിൽ പോയിട്ട് മധുവിന്റെ സുന്ദരിയായ മോളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലടാ, നീ കേട്ടിട്ട് പോ. ഞാൻ പോയി. നീ ചിരിക്കുന്നേ? എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല.